കേരളത്തിൻ്റെ മലയോര മേഖലകളിലും വനാനുബന്ധ പ്രദേശങ്ങളിലുമൊക്കെ അതിദയനീയമായ വന്യമൃഗ അക്രമങ്ങൾ നടന്നു വരുന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും അറിയുകയും അത് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല വനപ്രദേശങ്ങളിലും യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ ഈ അടുത്ത് ഒരു 2 ആഴ്ച മുമ്പ് ഉടുമ്പന്നൂരിനുള്ളിലേക്ക് ആൾക്കല്ല് എന്ന പ്രദേശം കടന്ന് വനമേഖലയിലൂടെ കുറച്ച് പോവേണ്ടി വന്നു. അവിടെ റോഡുകളൊക്കെ നല്ലതാണെങ്കിൽ പോലും മുമ്പ് കട്ട റോഡ്, ഓഫ് റോഡായിരുന്നു. ഇപ്പൊ നല്ല വഴിയാണ്. പക്ഷേ രാത്രി കാലങ്ങളിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പുറത്തു വരാൻ, അഥവാ ഒന്ന് ടൗണിലേക്ക് വരേണ്ടി വന്നാൽ വരാൻ നിർവാഹമില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം കാട്ടുമൃഗങ്ങളും ആനകളും ഒക്കെ അവിടെ വന്ന് ആക്രമിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതേപോലെ തന്നെ ഒരു യോഗത്തില് നിലമ്പൂരിലെ എരുമമുണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവർ എന്നെ ഇതുപോലൊരു യോഗത്തിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. അടുത്ത് വന്യമൃഗങ്ങളാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു സഹോദരന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട യോഗമായിരുന്നു അത്. അവിടെ ഞാൻ സംസാരിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞത്, വനം വകുപ്പ് പലപ്പോഴും കടുത്ത അശ്രദ്ധയിലാണ്. ഇപ്പൊ 500ഓളം ആളുകൾ, 467 ആളുകളുടെ കണക്കിവിടെ പറഞ്ഞു. ഏതാണ്ട് ഈ 500ഓളം ആളുകൾ അവരൊക്കെ ജീവിതം ആഗ്രഹിക്കുന്നവരും ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരും കുടുംബത്തില് അതിന്റെ നായകരായി കഴിയുന്നവരുമാണ്. രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാവും ഈ അടുത്ത് ഒരു സഹോദരൻ മരിച്ചത്. വെളിയിലേക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന് രാവിലെ ഉപജീവനമാർഗം നേടി പുറത്തേക്ക് വരുമ്പോഴാണ്. കുറെ കഴിയുമ്പോ അദ്ദേഹത്തെ കാണാതെ വന്നപ്പോ അന്വേഷിച്ചു പോയപ്പോ മൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ട് പിച്ചി ചിന്തപ്പെട്ട് കിടക്കുകയാണ്. ഞാനിത് പറഞ്ഞത്, എത്രയോ കൊലപാതകങ്ങൾ നമ്മുടെ മനസ്സാക്ഷിക്ക് ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടാൻ കഴിയാത്ത കൊലപാതകങ്ങൾ, അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു ആനുകൂല്യത്തിന്റെ നോട്ടപ്പോലും സത്യത്തിൽ നോക്കാൻ തയ്യാറല്ലാത്ത സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള ഈ കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോൾ ആ കൊലപാതകങ്ങളിൽ പ്രതിഷേധിക്കുക എന്ന ഏറ്റവും ചെറിയ ഏറ്റവും താഴ്ന്ന ഒരു പരിപാടിയാണ് സത്യത്തിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് പലപ്പോഴും ഫോറസ്റ്റ് ഓഫീസിൽ പോവുകയും അവരോട് പ്രതിഷേധിക്കുകയും ബഹളമുണ്ടാക്കുകയും ചെയ്ത സ്ഥലങ്ങളിലും ഞാൻ ഈ അടുത്ത് സന്ദർശിച്ചിരുന്നു. അത് ഒരു അക്രമത്തിന്റെ മാർഗത്തിലേക്ക് പോകുന്നത് ഒരിക്കലും ആശ്വാസമല്ല. എങ്കിൽ പോലും കൊല ചെയ്യപ്പെടുന്ന പലരുടെയും ദയനീയ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വൈകാരികമായി തന്നെ നമ്മൾ ഇതിനോട് പ്രതികരിച്ചു പോകുന്ന ഒരു സാഹചര്യം പോലും നിലവിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ ഏതെങ്കിലും ഈ കർഷകരുടെ സംയുക്ത സംഘം ഈരാറ്റുപേട്ടയില് കഴിഞ്ഞ 51 മണിക്കൂർ, ഏതാണ്ട് 50 മണിക്കൂർ കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ, മണിക്കൂറായി ഉപവസിക്കുന്ന റോജർ സെബാസ്റ്റ്യൻ അവരുകളെ ഞാൻ ഹൃദ്യമായി അഭിനന്ദിക്കുന്നു. കാരണം ഈ പ്രത്യേക കാലാവസ്ഥയിലും അതൊന്നും പരിഗണിക്കാതെ ഇങ്ങനെ ക്രൂരമായി വന്യമൃഗങ്ങളാൽ കൊല ചെയ്യപ്പെടുന്ന മലയോരവാസികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഉപവസിക്കുന്നത്. അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് നമുക്ക് അഭിമാനകരമാണ്. അഥവാ അതേറെ നമ്മുടെ ഐക്യദാർഢ്യത്തിന്റെ ഭാഗം കൂടിയാണ്. എല്ലാവരും നമ്മളൊക്കെ ഉപവസിക്കേണ്ടവരാണ് സത്യത്തില്. അതാണ് ഇന്നത്തെ സാഹചര്യം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വനം നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. വനം നമുക്ക് അനിവാര്യമാണ്. കാരണം നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. പക്ഷെ വനവും വന്യമൃഗങ്ങളും നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോ മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് നാളെ ലോകം അവസാനിക്കുമെങ്കിൽ ഇന്ന് നീ ഒരു ചെടി നടാൻ മടിക്കരുത് എന്നാണ്. എന്ന് പറഞ്ഞാല് ഈ ചെടി നടുക, വനങ്ങൾക്ക് രൂപം നൽകുക, കൃഷി ചെയ്യുക, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പുണ്യകരമാണ്. അതാ നാളെ ലോകം അവസാനിക്കുമെന്ന് അറിയിപ്പ് കിട്ടിയാൽ പോലും ഇന്നൊരു തൈ നീ നടണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാളെ നശിച്ചു പോകുന്നതല്ലേ. അതുകൊണ്ട് നീ ഒരു ധാർമ്മികത ചെയ്യാതിരിക്കേണ്ട, അത് ചെയ്യണമെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ വനം നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്.
അതുപോലെ മലയോര മേഖലകൾ നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. പക്ഷേ അതൊക്കെ കർഷകരുടെ കുരുതിക്കളമായി മാറുന്നത് എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും? അപ്പോ വനത്തിൽ നിന്ന് പുറത്തേക്ക് മൃഗങ്ങൾ കടന്നു വന്ന് കുടിലുകളിലും പരിസര ദേശങ്ങളിലും അക്രമമുണ്ടാക്കുന്നതിന് ഫലപ്രദമായ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചുമ്മാ പറയുന്നുണ്ട്, എല്ലാവരും പറയും അത് കഷ്ടമായിപ്പോയി, അതായിപ്പോയി. എന്തെങ്കിലും ഒരു ചെറിയ ആനുകൂല്യം നൽകി അവരെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നതിനപ്പുറം നമുക്കവിടെ വലിയ ഒരു സഹായം പോലും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത.